അന്ന് LDF ഇവിടെ ഭരിച്ചിരുന്നത്. അവർ 1 ഏക്കർ സ്ഥലം ലൈഫ് മിഷൻ ഏറ്റെടുത്ത് പിന്നെ പണി തുടങ്ങിയതാണ്. അത് 2020 കാലഘട്ടത്തിലേക്ക് 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാനും അത് ഗുണഭോക്താക്കൾക്ക് നൽകാൻ വേണ്ടി ഗുണഭോക്തൃ ലിസ്റ്റ് വരെ തയ്യാറാക്കി. ഇപ്പോഴും ഇവിടെ പണി നടക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ പണി എടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പണി നടന്നുകൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ ഫണ്ട് ഇപ്പോഴും തുരുമ്പെടുത്ത് നശിച്ചുകൊടുക്കുക. നമസ്കാരം. പഴയ LDF സർക്കാർ അവരുടെ അഭിമാന പദ്ധതിയായി ഉയർത്തി കാണിച്ച ഒന്നായിരുന്നു ലൈഫ് മിഷൻ. ലക്ഷക്കണക്കിന് പേർക്ക് വീട് നൽകി എന്നൊക്കെയായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ അവകാശവാദം ഉണ്ടായിരുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിലാണ്. എന്റെ പിറകിൽ കാണുന്നത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 42ഓളം ഗുണഭോക്താക്കൾക്ക് നിർമ്മിച്ചു നൽകേണ്ട ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. പ്രശ്നം ഇതൊന്നുമല്ല, 2019 ആരംഭിച്ച പണി ഇനിയും അവസാനിച്ചിട്ടില്ല. പണിതിട്ടും പണി തീരാത്തൊരു വീടായി അതവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഈ പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികാരികൾ ഇത് ഗൗനിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി പ്രദേശവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള ഷെരീഫ് നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം. ഇതിപ്പോഴ് 2018 ജോലി പ്രവൃത്തി ആരംഭിച്ചതാണ്. ഇപ്പൊ 2026 ആയിട്ടും നമ്മൾ കാണുമ്പോൾ പകുതി പണി പോലും കഴിഞ്ഞിട്ടില്ല അല്ലെ? എന്നാ ഇതിന്റെ പണി കഴിയുക? അതായത് 2018 അന്നത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്ന് LDF ഇവിടെ ഭരിച്ചിരുന്നത്. അവർ 1 ഏക്കർ സ്ഥലം ലൈഫ് മിഷൻ ഏറ്റെടുത്ത് പിന്നെ പണി തുടങ്ങിയതാണ്. അത് 2020 കാലഘട്ടത്തിലേക്ക് 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാനും അത് ഗുണഭോക്താക്കൾക്ക് നൽകാൻ വേണ്ടി ഗുണഭോക്തൃ ലിസ്റ്റ് വരെ തയ്യാറാക്കി. അപ്പോൾ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി. അവർക്ക് ഓരോ ഫ്ലാറ്റിൽ നൽകാന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഈ ഗുണഭോക്താക്കൾ പല ആൾക്കാരും മരിച്ചുപോയി. പല ആളുകളും ലോണൊക്കെ എടുത്തിട്ട് ഇവിടുന്നൊക്കെ പോയിട്ട് വീടൊക്കെ എടുത്ത് പല ആൾക്കാരും ഇപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ വാടക വീട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു അന്ന് ജനങ്ങളുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഇതിന്റെ മുകളിൽ നിങ്ങൾ കയറിയൊക്കെ മനസ്സിലാവും. അതിന്റെ ഇനി ഇപ്പോഴും ഇവിടെ പണി നടക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ പണി എടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പണി നടന്നുകൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഈ കോണിപ്പടി അടക്കം നിങ്ങൾ കാണാൻ പറ്റും. അവിടെ ഒക്കെ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്തുകൊണ്ട് ഈ പണി എങ്ങനെ നടത്തുന്നു? ഈ ഫണ്ട് ആര് ചെലവഴിക്കുന്നു? സർക്കാരിന്റെ ഫണ്ട് ഇപ്പോഴും തുരുമ്പെടുത്ത് നശിച്ചുകൊടുക്കുക. അല്ല, ഇപ്പം UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് മിഷൻ പദ്ധതി ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇത് പഞ്ചായത്തുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരുന്നു? എന്താ പഞ്ചായത്ത് എന്താ പറയുക? പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി. അപ്പൊ 2026 UDF ഭരണസമിതി വന്നു. അവർ അന്വേഷിച്ചപ്പോലും കൃത്യമായ ഒരു മറുപടി ഇന്ന് ലഭിച്ചിട്ടില്ല. പഞ്ചായത്തുകാർക്ക് പോലും കിട്ടി. നിങ്ങൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ സത്യത്തിൽ ഇതിപ്പോ ആരാണ് പണി നടത്തുന്നത്, എന്തിനാണ് പണി നടത്തുന്നത് അറിയില്ല. കാരണം എന്താ അറിയോ, അതിലുള്ള ഏറ്റവും അത്ഭുതം എന്താ വെച്ചാൽ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴെങ്ങനെയാണ് പണി നടക്കുന്നത് നമ്മൾ മനസ്സിലാവാത്തത്. ഇപ്പോഴും പണി നടക്കുന്നുണ്ട്. ആരാണ് ഇതിന്റെയൊക്കെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്? പണി നടത്തുന്നത് ഒരു കോൺട്രാക്ടറുണ്ട്, കുറച്ച് പണിക്കാർ, കുറച്ച് ഹിന്ദിക്കാർ ഇപ്പോഴും അതിന്റെ മുകളിൽ പണി എടുക്കുന്നുണ്ട്. അവരവിടെ താമസിച്ചുകൊണ്ട് പണി എടുത്തുകൊടുക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലം പഞ്ചായത്തിൽ കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സമീപത്താണ് ഇത്തരത്തിൽ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്റെ ഈ പിറകിൽ കാണുന്നതെല്ലാം ഈ ഫ്ളാറ്റിനകത്തേക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള വസ്തുക്കളാണ്. ഇതെല്ലാം അതിനകത്ത് കയറി എപ്പോഴാണ് ഈ ഫ്ളാറ്റിന്റെ പണിയൊന്ന് പൂർത്തിയാവുക എന്നറിയില്ല. 42 ഗുണഭോക്താക്കളായിരുന്നു ഈ ഫ്ളാറ്റ് സമുച്ചയത്തിനകത്ത് താമസിക്കേണ്ടിയിരുന്നത്. അവരിൽ പലരും ഇപ്പൊ ജീവനോടെ തന്നെ ഇല്ല. പഞ്ചായത്ത് അധികൃതരോട് ചോദിക്കുമ്പോൾ 2026 പുതിയ ഭരണസമിതി വന്നു, തങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞ് അവർ കൈമലർത്തുകയാണ്. എന്തിനായാലും ഉയരുന്ന ചോദ്യം ഇതാണ്: എന്നാണ് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പണി പൂർത്തിയായി സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക്, ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് ഇതിനകത്ത് കയറി താമസിക്കാൻ സാധിക്കുക? 7 വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ്. എന്തിനായാലും പ്രദേശവാസികൾ ഇത് സംബന്ധിച്ച പരാതിയും മറ്റുമായി പഞ്ചായത്ത് അധികൃതരെയും മറ്റ് അധികാരികളെയും എല്ലാം സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. കോഴിക്കോട് ചാത്തമംഗലത്ത് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.